വെൽക്കം ബാക്ക് ടു മൈ AKS ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ സെറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, പവർ സെറ്റ്. ഈ പവർ സെറ്റ് എന്ന ടോപ്പിക് അറിയുന്നതിന് മുമ്പ് നമുക്ക് സബ്സെറ്റ് എന്താണെന്ന് അറിയണം. അപ്പോൾ സബ്സെറ്റ് എന്താണെന്ന് അറിയാത്തൊരു എൻ്റെ ഈ സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ആദ്യം കാണുക. അതിനുശേഷം ഈ പവർ സെറ്റ് എന്ന വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് ഓൾ സബ്സെറ്റുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു, സബ്സെറ്റ് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ സബ്സെറ്റുകളുടെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ പറയാം വേറൊരു ഡെഫിനിഷൻ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഇറ്റ് ഈസ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ ഉള്ളിൽ വേറൊരു സെറ്റ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ സെറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ലെറ്റ് എ ഈസ് എ സെറ്റ്, എ ഈസ് ഈക്വൽ ടു 1,2. എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്, അതിലെ എലമെന്റ്സ് 1,2 ആണ്. അപ്പം നമുക്ക് ഈ സെറ്റിന്റെ സബ്സെറ്റ് എഴുതാൻ പറ്റുമല്ലോ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ സെറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് എലമെന്റ് വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സെറ്റിനെയും നമുക്ക് എന്താന്ന് പറയാം, സബ്സെറ്റാന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ നൾ സെറ്റും അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ ഇതിലെ എലമെന്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സെറ്റിനെയും നമുക്ക് എന്താന്ന് പറയാം, സബ്സെറ്റാന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ എ ഈസ് ഈക്വൽ ടു 1,2 എന്നിട്ട് സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇതിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഈ സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ 1,2 ഒരു സബ്സെറ്റ് ആയിരിക്കും. പിന്നെ എംപ്റ്റി സെറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ഒരു എംപ്റ്റി സെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അടുത്ത സെറ്റ് കിട്ടി. ഇനി എലമെന്റ്സ് വെച്ച് നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു എലമെന്റ് എടുത്തു ആദ്യം, 1 എന്ന് പറഞ്ഞൊരു എലമെന്റ്. അപ്പോൾ അതൊരു സെറ്റാണ്. കാരണം എന്താ, ഇതിലെ എല്ലാ എലമെന്റ്സും 1 തന്നെ, എല്ലാ എലമെന്റും എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ, 1 ഇതിൽ പ്രസന്റ് ആണ്. സോ ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് സെറ്റ്. ആൻഡ് 2 എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് എന്ന് പറയുന്നത് ഈ സെറ്റിലുള്ള കാരണം ദിസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് ദിസ് സെറ്റ്. ഇനി നമുക്ക് വേറെ സബ്സെറ്റ് ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എത്ര 4 സബ്സെറ്റുകൾ കിട്ടി അല്ലേ? 4 സബ്സെറ്റ് കിട്ടി. ഒന്ന് എംപ്റ്റി സെറ്റ്, പിന്നെ ആ സെറ്റ് ഇറ്റ്സെൽഫ്, ആ സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. പിന്നെ അതിൽ എലമെന്റ്സ് വെച്ച് നമ്മൾ 1 എന്ന് പറഞ്ഞ ഒരു സബ്സെറ്റും 2 എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് കിട്ടി. അങ്ങനെ 4 സബ്സെറ്റ് കിട്ടി. ഇനി എന്താണ് ഒരു പവർ സെറ്റ് നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. അതായത് നമ്മളുടെ ഈ സെറ്റിൽ നിന്ന് നമ്മൾ ഇത്രയും സബ്സെറ്റ് എഴുതിയെങ്കിൽ അതിന്റെ എല്ലാത്തിനെയും കൂടി ഒരു സെറ്റ് എന്നല്ലെങ്കിൽ ഒരു കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് ആ സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് സെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് തന്നെയാണ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊരു ബ്രേസസിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ സബ്സെറ്റുകളൊക്കെ നമ്മൾ എഴുതി, ഇൻ എംപ്റ്റി സെറ്റ് എഴുതി, ആ സെറ്റ് ഇറ്റ് സെൽഫ് എഴുതി, അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേറെ 2 സബ്സെറ്റ് എഴുതി. സോ ദിസ് ഈസ് എ പവർ സെറ്റ് ഓഫ് ദിസ് ഗിവൺ സെറ്റ് എ. ക്ലിയർ ആയല്ലോ? സോ പവർ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. നമുക്ക് ഇതിൽ കിട്ടി എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിന്റെ കളക്ഷൻ, അതിന്റെ സബ്സെറ്റ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് എ. വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഓർ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ് എ. ക്ലിയർ ആയല്ലോ? ഇനി പവർ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ വെച്ചിട്ടാണ് പവർ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പി ഓഫ് എ, പി ഓഫ് എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ. സോ വി ക്യാൻ റിട്ടൺ ആസ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഈ ഒരു എ എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ ഇസ് ഈക്വൽ ടു ഏതാണ്, 5 എംപ്റ്റി സെറ്റ്, ആ സെറ്റ് ഇറ്റ് സെൽഫ്, പിന്നെ 1, 2 അതിനെല്ലാത്തിനെയും ഒരു എന്ത് ചെയ്തു, ഒരു ബ്രേസസ് വെച്ച് എൻക്ലോസ് ചെയ്യുന്ന ദിസ് ഈസ് ദ പവർ സെറ്റ് ഓഫ് എ. നമുക്കറിയാം നമ്മളുടെ സെറ്റ് എ എന്ന് പറയുന്നതായിരുന്നു 1,2 ആയിരുന്നു. പവർ സെറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ എന്ന് പറഞ്ഞ 5 സെറ്റുകളുടെ ഓൾ സബ്സെറ്റിന്റെ ഒരു സെറ്റാണ് പവർ സെറ്റ് എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ? ഇല്ല, നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ്, 2 ആണ് അല്ലെ.
What is the number of elements in the power set A? Power set A യിലെ number of elements എത്രയാണ്? നോക്കൂ, 1, 1, 2, 3, 4. അങ്ങനെ എത്രയാണ്? 4. 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. B is an another set. B is another set. B is equal to 1, 2, 3. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് എഴുതണം? സബ്സെറ്റുകൾ എഴുതണം. ബിയുടെ സബ്സെറ്റുകൾ എഴുതണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സബ്സെറ്റ് എം ടി സെറ്റ് എന്ന് ആദ്യം എഴുതി, മറക്കാണ്ടിരിക്കാൻ ആദ്യം തന്നെ എം ടി സെറ്റ് എഴുതി. പിന്നെ ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റാന്ന് പറഞ്ഞുകൊണ്ടും എന്തെഴുതി? 1, 2, 3 എന്ന് പറഞ്ഞാൽ ആ സെയിം സെറ്റ് എഴുതി. ഇനി നമുക്ക് ഇതിലെ എലമെന്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്ന എത്ര സബ്സെറ്റുകളുണ്ട് നമുക്ക് നോക്കാം. 1 ഓരോ എലമെന്റ്സിന്റെ ഓരോ സെറ്റ് എഴുതാം. 1 ഒരു സബ്സെറ്റ് എഴുതി, 2 ഒരു സബ്സെറ്റ് എഴുതി, 3 അടുത്ത സബ്സെറ്റ് എഴുതി. ഇനി നമുക്ക് 2 എലമെന്റ്സ് വെച്ച് എഴുതാം. 1, 2 വെച്ചിട്ട് ഒരു സബ്സെറ്റ് എഴുതി, 2, 3 അടുത്ത സബ്സെറ്റ് എഴുതി, 1, 3 അടുത്ത സബ്സെറ്റ് എഴുതി. അപ്പോൾ ഇനി സബ്സെറ്റുകൾ എഴുതാൻ പറ്റുമോ? പിന്നെ 3 ടൈം വെച്ചാൽ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ എം ടി സെറ്റ് ആണ്. പിന്നെ വേറൊരു സബ്സെറ്റ് നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ what is power set of B? ബിയുടെ പവർ സെറ്റ് എന്താ? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് ബി. ഏതൊക്കെയാണ് സബ്സെറ്റ്സ്? 5 എം ടി സെറ്റ്, ദ സെറ്റ് ഇറ്റ് സെൽഫ്, ആൻഡ് ഓരോ എലമെന്റ്സ് വെച്ചുള്ള സെറ്റ്, 2 എലമെന്റ്സ് വെച്ചുള്ള സെറ്റ്. സോ വി ക്യാൻ റിട്ടൺ ആസ് പവർ സെറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 5, ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റ്, ഈ സെറ്റുകളെല്ലാം ഒരു കളക്ഷൻ ചെയ്ത് ഇതാണ് നമ്മളുടെ എന്ത് പറയുന്നത്? പവർ സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് ബി ഈസ് ഈക്വൽ ടു 3 അല്ലെ? 1, 2, 3. ആൻഡ് വാട്ട് ആർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് പി ഓഫ് എ? പി ഓഫ് ബി, അതായത് പി ഓഫ് ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 ആണ് നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് എലമെന്റ്സ്. ദാറ്റ്സ് ഈക്വൽ ടു 2 raised to 3. ദാറ്റ്സ് ഈക്വൽ ടു 8. 2 ക്യൂബ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 8 കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ ഈസ് 2. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് പി ഓഫ് എ എന്ന് പറയുന്നത് 4 ആണ്, 2 സ്ക്വയർ. ആൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് ബി ഈസ് ഈക്വൽ ടു 3. And the number of elements in the power set P of B is equal to 8, that is 2 raised to 3. And in general we can say that let number of elements in the set A is m. M ആണെങ്കിൽ number of elements ഒരു സെറ്റിലെ എലമെന്റ്സ് m ആണെങ്കിൽ the number of elements in the power set of P of A എന്ന് പറയുന്നത് 2 raised to m ആയിരിക്കും. അതായത് 2ന്റെ പവർ ആയിട്ട് നമ്മൾ എഴുതുന്നതുകൊണ്ടാണ് നമ്മൾ P of Aനെ എന്ത് പറയുന്നത്? പവർ സെറ്റ് ഓഫ് ദി ഗിവൺ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ in general we can say that let m be the number of elements in the set A, then the total number of elements in the power set of P of A is equal to 2 raised to m. Next topic we are going to discuss about universal set. What is meant by universe? Universe means universe contains all particles, elements, matters, all. The same way, in the case of sets, there is a universal set. That set contains all the elements of the other set and its own elements. That means, ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ എലമെന്റ്സും നമ്മളുടെ എന്താ പറയുക എല്ലാ എലമെന്റ്സും ഉൾപ്പെടുന്നത് പോലെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റാണ്. സെറ്റുകളുടെ കേസിൽ ആ സെറ്റ് എന്തായിരിക്കും? ദാറ്റ് സെറ്റ് ഇൻക്ലൂഡ്സ് ദ ഓൾ എലമെന്റ്സ് ഓഫ് ദി അതർ സെറ്റ്. അതർ സെറ്റിലെ എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെറ്റും ആ സെറ്റിൽ വേറെ എന്തുണ്ടാവും? അതിൻ്റെതായ ഇറ്റ്സ് ഓൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ കൈൻഡ് ഓഫ് സെറ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. That means it is a set which contain all the elements or objects of the other set including its own elements. അതിൻ്റെ എലമെന്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ വേറെ സെറ്റുകളുടെ എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബിഗർ സെറ്റിനെയാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്. അതിനാൽ ഈ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എന്ത് പറയും? എല്ലാ സെറ്റുകളുടെയും സൂപ്പർ സെറ്റാന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ യു. യു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ superset of all other set, and this set contain all the elements of the other set and also its own elements. അതിൽ മറ്റേ സെറ്റുകളുടെ എലമെന്റ്സ് ഉണ്ടാവും, ആ സെറ്റിൽ അതിൻ്റെതായ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ കൈൻഡ് ഓഫ് സെറ്റുകളെയാണ് known as universal set. Consider an example. A is equal to 1, 2.
and B is another set contain 3, 4, 5, 6. And now we can write a universal set of these two set. നമ്മൾ പറഞ്ഞു ഈ രണ്ട് സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? That set contain these elements of these two sets and also its own element. So I write universal set as 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So we can say that this set U is equal to 1 to 10 is a universal set of these two sets A and B. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഈ സെറ്റിൽ ഈ രണ്ട് സെറ്റുകളുടെ എലമെന്റ്സും ഉണ്ട്. 1, 2, 3, 4, 5, 6 വരെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ എലമെന്റ്സ്. ഇതിന്റെ എന്തുകൊണ്ട് ഇതിൻ്റെതായ എലമെന്റ്സ് ഉള്ളത് കാരണം ഈ യൂണിവേഴ്സൽ സെറ്റ് ആണ് ഈ എ ആൻഡ് ബിയുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് യു ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു എക്സാമ്പിളൂടെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ക്ലിയർ ആവും. ലെറ്റ് O is a set of odd numbers. Odd numbers in the set is 1, 3, 5, 7, 9, etc. infinity. And another is a even number set. What are the even numbers? 2, 4, 6, 8, etc. infinity. And another, what are the prime number set? What are the prime numbers? 2, 3, 5, 7, 11, etc. infinity. And you know that what is the natural number set? N is equal to 1, the counting number 1, 3, 4, etc. infinity. And this set, natural number set, consists of all the elements of odd, even and prime number. So this natural number set is the universal set of this odd, even, prime number set. അപ്പോൾ ഈ സെറ്റുകളുടെ എല്ലാം യൂണിവേഴ്സൽ സെറ്റ് ഏതാന്ന് പറയാം? ദ നാച്ചുറൽ നമ്പറിനെയാണ് നമുക്ക് ഈ സെറ്റുകളുടെ എല്ലാം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് O is a subset of N, E is a subset of N, P is also a subset of N, and also we can say that N is the superset of all O, E and P. ഓയുടെയും ഇയുടെയും പിയുടെയും ഒക്കെ സൂപ്പർ സെറ്റ് ഏതാണ്? ദിസ് N is known as the superset, and this N is the universal set of these odd, even and prime number set. And also we can say that the real number set is the universal set of all sets, like natural number, rational number, irrational number, integers, whole numbers ന്റെയും എല്ലാം യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ സൂപ്പർ സെറ്റ് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. കാരണം റിയൽ നമ്പേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് റാഷണലും ഇറാഷണലും. റാഷണലിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. സോ ദ യൂണിവേഴ്സൽ, ദ റിയൽ നമ്പർ സെറ്റ്, റിയൽ നമ്പർ സെറ്റ് ആണ് നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ A is equal to 1, 2, B is equal to 5, 7, 10, C is equal to 10, 11. Write the universal set of these three set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can easily write U is equal to 1, 2, 5, 7, 10, 11. അതായത് ഈ എല്ലാ സെറ്റിലെ എലമെന്റ്സിനും ഉൾപ്പെടുന്ന ഒരു സെറ്റിനെയാണ് നമുക്ക് അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് എഴുതാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് 1 തൊട്ടിട്ട് 12 വരെയുള്ള ഒരു നമ്പേഴ്സിന്റെ ഒരു സെറ്റ് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ ദ യൂണിവേഴ്സൽ സെറ്റ് ഓഫ് ദിസ് സെറ്റ് എ. This set A, B and C. Okay. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ സെറ്റ് കണ്ടെയ്ൻ ദ എലമെന്റ്സ് ഓഫ് ദി അതർ സെറ്റ് ഓൾസോ ഇറ്റ്സ് ഓൺ എലമെന്റ്സ്. ഇറ്റ്സ് ഓൺ എലമെന്റ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. മറ്റേ സെറ്റുകളിലെ എലമെന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ ആ സെറ്റിനെ നമ്മൾ എന്ത് പറയും? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയും. സോ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം ഇനി നമുക്ക് വെൻ ഡയഗ്രാം വരയ്ക്കാനും അതിൽ നമുക്ക് എന്താ പറയുക ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. സോ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് പവർ സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ ടോപ്പിക്കുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.